കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഗാർഹിക പീഡനം കൊണ്ടുള്ള ആത്മഹത്യകള്, അതുപോലെ ഡൗറി ഇഷ്യൂസ്, അമ്മായിയമ്മയുടെ പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുകയാണ്. വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ത്രീകൾ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നിട്ട് കുറെ വീഡിയോസ് ചെയ്യാറുണ്ട്. കുറെ ആൾക്കാർ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇടാറുണ്ട്. ഇങ്ങനെ കുറെ വിപ്ലവങ്ങൾക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സംസാരങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. എന്നിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഈ മരണ വാർത്തകൾ കേൾക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത്, അതായത് ഈ ലാസ്റ്റ് മരിച്ച കുട്ടിയുടെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളാണെന്ന് ഓൾക്കറിയാം. അപ്പൊ എന്നെ ദേഷ്യപ്പെടുത്താതെ ഇരിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമല്ലേ, അല്ലെങ്കിൽ അവളല്ലേ നോക്കേണ്ടേ എന്ന് ചോദിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. അതേപോലെ ഞാനങ്ങനെ എപ്പോഴും ഒന്നും ദേഷ്യപ്പെടാറില്ല, വല്ലപ്പോഴും മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ. അതേപോലെ വല്ലപ്പോഴും മാത്രമേ ഞാൻ അവളെ തള്ളാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഈ ഒരു ആത്മഹത്യ നടക്കുന്നതിന്റെ തൊട്ട് മുന്നേ, അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഒട്ടുമിക്ക സ്ത്രീകളും അവരുടെ പാരന്റ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള കൗൺസിലിംഗിന്റെ ബേസിസിൽ, കുറച്ച് കേസുകളുടെ ബേസിസിൽ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് തരാം. ഇതില് സ്ത്രീകളുടെ ആത്മഹത്യ മാത്രമല്ല കേട്ടോ, ആത്മഹത്യ ചെയ്യാനും ജീവിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ച് നീറി ജീവിക്കുന്ന കുറച്ച് പുരുഷന്മാരെ കുറിച്ചുകൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻലി നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ അയാള് വലിയ കുഴപ്പമില്ല, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആൾക്ക് വലിയ പ്രശ്നമില്ല, ഇപ്പൊ അയാൾ ഓക്കെ ആണ്, എന്നെ അങ്ങനെ എപ്പോഴും ഉപദ്രവിക്കൊന്നുമില്ല, അയാൾ ഇനി എന്റെ അടുത്ത് ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ ഐശ്വര്യ ഞാൻ തിരിച്ചു പോയെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിലൊരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേസ്റ്റ് ആയിട്ട് തോന്നും. കാരണം ഹസ്ബൻഡ് സ്ഥിരമായിട്ട് ഉപദ്രവിച്ചതിന്റെ പേരിൽ ടോർച്ചർ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 2-3 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇവര് ഈ പെൺകുട്ടി നേരെ പോയി നിൽക്കുന്നത് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. ആൻഡ് ഇയാള് വന്നിട്ട് ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന്, ഫ്രണ്ട്സ് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവളുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇയാള് വന്ന് കുറെ അപ്പോളജി ഒക്കെ പറഞ്ഞ് ഈ വൈഫിനെ ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ റിലേറ്റീവ്സ് എല്ലാവരെയും തന്നെ അയാൾ ബ്ലോക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു പിന്നീട് ഇയാളുടെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഈ കുട്ടിക്ക് പോകാൻ അവരോട് അല്ലാത്തൊരവസ്ഥ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. കാരണം ഓൾറെഡി അഭയം തേടി പോകുന്ന ആൾക്കാരെ മുഴുവനായിട്ട് ഇയാൾ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നീട് ഇയാള് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ഉപദ്രവം സംഭവിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് പോകാൻ എങ്ങോട്ടേക്ക് ആളില്ല. ദെൻ നെക്സ്റ്റ് ചോയ്സ് എന്താ? സൂയിസൈഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കുറെ ആൾക്കാരുണ്ട് കേട്ടോ, സ്വന്തം മക്കളെ എങ്ങനെയെങ്കിലും നീ മരിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് തള്ളിവിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോ ഉമ്മമാരോട് അല്ലെങ്കിൽ പാരന്റ്സ് സിസ്റ്റേഴ്സിനോട് ആരോടെങ്കിലും ഒക്കെ പോയിട്ട് പറയാണ്, എനിക്ക് ഈ ബന്ധം ഞാൻ അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് തിങ്ക് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് സ്വന്തം സിസ്റ്ററോട് അല്ലെങ്കിൽ സ്വന്തം മകളോടുള്ളതിനേക്കാൾ സ്നേഹമായിരിക്കും മരുമക്കളോട്. കാരണം അവര് അത്രയും ടോർച്ചർ അനുഭവിച്ച്, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റൂല, അവരനുഭവിക്കുന്ന പ്രഷർ എന്താന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പോയിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറയുന്നുണ്ടാവുക. പലപ്പോഴും ഒട്ടുമിക്ക ഭാര്യമാരും ഭർത്താവിന്റെ നെഗറ്റീവ്സ് എല്ലാം അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിപ്പിച്ചുകൊണ്ട് ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഒന്നും അറിയാതെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവരെ താറടിക്കാതെ തന്നെ ഈ ലൈഫിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ എടുത്തു പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഈ ലൈഫ് വേണ്ടാന്ന് പറയുമ്പോഴും അവൻ നല്ല ആളാണ്, നീ കുറച്ച് ദിവസം കൂടെ ക്ഷമിച്ചു നോക്ക്, നീ ഓന്റെ കൂടെ ജീവിക്ക്, അങ്ങനെ പറഞ്ഞ് ഉന്തി തള്ളി വിട്ടിട്ട് അവസാനം ആരുമില്ല എന്നുള്ളൊരു തോട്ട് വരുന്ന സമയത്ത് മരിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങള് മക്കളെ വിവാഹം കഴിപ്പിക്കുന്നത്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് ഒരു ചിന്ത മാത്രം ഉണ്ടാവുക, അവർക്കൊരു പാർട്ട്ണറെ നിങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു പാർട്ട്ണറെ. അല്ലാതെ ഇവരെ ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് നിങ്ങൾ അയക്കുകയല്ല. ഇതേ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്ന കുറെ ബോയ്സിനെ എനിക്കറിയാം. അതായത് ഡിവോഴ്സിന്റെ കാര്യത്തിൽ അവർക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഭാര്യമാരുടെ ടോർച്ചർ കാരണം കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, കുട്ടികളെ പോലും കാണാതെ മാറി നിൽക്കുന്ന ഒട്ടുമിക്ക പുരുഷന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വീടാണ്. അവർക്ക് ഈ കാര്യങ്ങളൊന്നും ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അവളൊരു മിണ്ടാപ്പൂച്ച, നല്ല കുട്ടിയല്ലേ, ഓളെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് ടോക്ക് ആയിരിക്കും വരിക. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഇഫ് ആരെങ്കിലും ഒരാള് എനിക്ക് ഈ ലൈഫ് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ലൈഫ് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അവളുടെ കയ്യിലിരിപ്പോണ്ടാണ്, അവന്റെ കയ്യിലിരിപ്പോണ്ടാണ്, അവള് മോശമാണ്, അവൻ മോശമാണ്, അങ്ങനെയൊന്നുമില്ല. ഈ NPD ഒക്കെ ഉള്ള ആൾക്കാരില്ലേ പുറത്തേക്ക് ഭയങ്കര മാന്യന്മാരായിരിക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അത് പെൺകുട്ടികളും ഉണ്ട്, സ്ത്രീകളും ഉണ്ട് NPD ഉള്ള ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും അവരെ ഇഷ്ടമായിരിക്കും. ആര് കണ്ടാലും ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കുറിച്ചാണോ ഇവര് ഈ പറയുന്നത് എന്നുള്ളൊരു ടോക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ എക്സാക്ട് പാർട്ട്ണർ എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ആ പാർട്ട്ണർക്ക് മാത്രമേ അറിയുള്ളൂ.
ഇപ്പൊ നമ്മൾക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും സ്വന്തം പാർട്ട്ണറിനെ ഇൻസൾട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഇത്രയും കാലം കൂടെ ജീവിച്ച ഒരു പങ്കാളിയെ മറ്റുള്ളവരുടെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ റീസൺസ് പറയില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റുന്നില്ല, അത് മാത്രമേ പറയണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് എന്താ അറിയണ്ടേ? നമുക്ക് അവര് പിരിയുന്നതിന്റെ റീസൺ അറിയണം, അവരെന്തിനാ പിരിഞ്ഞതെന്ന് അറിയണം, അതെന്താ അവർക്ക് കുറച്ച് ദിവസം കൂടെ സഹിച്ചാന്ന് അറിയണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ കുത്തി 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 ചോദിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ടോർച്ചറും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടോണ്ട് കൂടെയാണ് ആൾക്കാർ കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ മുന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് തീർത്തും ഒരു ബ്ലെസ്സിങ് ആണ്. ഒട്ടും അക്സെപ്റ്റബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പുതിയൊരു പാർട്ട്ണറെ സീക്ക് ചെയ്യാനും അവരുടെ ലൈഫ് കുറച്ചും കൂടെ ഓക്കെ ആവുന്ന രീതിയിൽ ജീവിക്കാനും ആൻഡ് കല്യാണമേ കഴിക്കാതെ ജീവിക്കാനും ഒക്കെ ഈ നാട്ടില് അവകാശം ഉണ്ടാവണം. ആൻഡ് അതെല്ലാം നോർമലൈസ് ചെയ്യപ്പെടണം. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നോർമലൈസ്ഡ് ആണ് അല്ലെ. അതായത് കമ്പാരിറ്റീവ്ലി ഇപ്പൊ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റി, അതേപോലെ ലിബറലിസം എല്ലാം നോർമലൈസ്ഡ് ആണ്. ഇവൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവനവന് താല്പര്യമുള്ള പോലെ അവനവൻ ജീവിച്ചോട്ടെ എന്നുള്ളത് ഒരാളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിലും കുറഞ്ഞു 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 വരുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഘോരം പ്രസംഗിച്ചാലും ഒരു മാറ്റം വരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, രണ്ടാമത്തേത് മറ്റേ കളറിന്റെ പ്രശ്നങ്ങൾ, അതായത് കറുത്തിട്ടാണ് വെളുത്തിട്ടാണ് എന്ന് പറയുന്ന തനി എന്താ പറയാ ഹിപ്പോക്രാറ്റിക് ഡിപ്ലോമസി എന്നൊക്കെ പറയില്ല, ആ ഒരു സാധനം എടുക്കുന്ന സാധനം. ആൻഡ് നെക്സ്റ്റ് ഒരു സാധനം എന്ത്, ഈ പറഞ്ഞ ഡിവോഴ്സ്, അതേപോലെ തന്നെ വരുന്നതാണ് കുട്ടികളില്ലായ്മ. ഈ വക കാര്യങ്ങളൊക്കെ നല്ല പോലെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഫാമിലിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കുട്ടികളായില്ലേ, ഇത് ഒരു റുട്ടീനാണ്. കാരണവന്മാര് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കും, അവര് നമുക്ക് തരും, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഇത് എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വരുന്ന ഒരു തലമുറയെങ്കിലും നല്ല നിലക്ക് അവരുടെ ലൈഫിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് തുടങ്ങും. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്? ഇപ്പോഴും ഈ പറയുന്ന വ്ളോഗ്സിൽ അല്ലെങ്കിൽ സീരിയലിൽ ബാക്കിയുള്ളതൊക്കെ കണ്ട് 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 ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജനറേഷൻ ആൾക്കാർ വരെ ഉണ്ടറിയോ. അവര് അമ്മായിയമ്മ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അവന് ഇത്തിരി ദേഷ്യം ഉണ്ടെങ്കിൽ ഓളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ, അല്ലെങ്കിൽ അവള് ആ ഒരു ദേഷ്യമുള്ള ഒരു ക്യാരക്ടറാണെന്ന് അറിയാലോ, പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ. ഈവൻ നമ്മുടെ അടുത്ത് വരെ പറയുന്നതാണ് അവൾക്ക് ഉപ്പാടെ ദേഷ്യം കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അവന് ഉപ്പാടെ ദേഷ്യം കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവൻ അവന്റെ അമ്മാവന്റെ പോലെ കിട്ടിയ ദേഷ്യമാണ്, അതുകൊണ്ടാണ് അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. വൈ? നമുക്കറിയാലോ നമുക്ക് ആ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കാട്രിക് ഹെൽപ്പ് എടുക്കണം എന്നുള്ള കാര്യം അറിയാം. ഈവൻ കൗൺസിലിങ്ങിന് പോകണം എന്നുള്ള കാര്യം അറിയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടിട്ടും മൊബൈൽ നോക്കിയിട്ടും ഒക്കെ പഠിച്ച് ഇവരെയും കമ്പയർ ചെയ്ത് സ്വന്തം ജീവിതം കുളം തോണ്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് സ്വന്തം ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഒരു സൈക്കാട്രിക് ഹെൽപ്പ് എടുക്കണം എന്നുള്ള തോട്ട് വരാത്ത എന്തുകൊണ്ടാ? ഒരാളോട് അമിതമായിട്ട് ചൂടാവുന്ന സമയത്ത് ഞാൻ എന്റെ കൺട്രോൾ വിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, എനിക്കിത് കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട് സ്വന്തമായിട്ട് തോന്നാത്ത എന്തുകൊണ്ടാ? അറിവില്ലായ്മയൊന്നുമല്ല, മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നതാ. കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാല് മദ്യം, മയക്കുമരുന്ന്, വലിയ വലിയ ക്രൈംസിന്റെ ഇടയിൽ നമ്മുടെ ഈ കുഞ്ഞി കുഞ്ഞി ക്രൈംസ് അല്ലെങ്കിൽ കുഞ്ഞി കുഞ്ഞി പോരായ്മകള് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല, നോട്ടീസബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാല് ഇതിനെ നോർമലൈസ് ചെയ്യുക, ഡിവോഴ്സിനെ നോർമലൈസ് ചെയ്യുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിനെ നോർമലൈസ് ചെയ്യുക. കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ തന്നെ കൺസിഡർ ചെയ്യുക. അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് കുട്ടികൾ വേണമെന്ന് ഒരു താല്പര്യം ഉണ്ടാവില്ല. ദെൻ വൈ? എന്തിനാ കുട്ടികൾ? ഹസ്ബൻഡിനും വൈഫിനും യാതൊരു പ്രശ്നമില്ല, അവർക്ക് കുട്ടികൾ വേണ്ടെന്നാണ് അവർ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അതെന്താ നിങ്ങൾക്ക് വേണ്ടാത്ത? അത് ചോദിച്ചോണ്ട് പോകണ്ട, അത് അവരുടെ ലൈഫല്ലേ, അവരെ അങ്ങനെ വിട്ടേക്കല്ലേ, ദെൻ ലീവ് ദയർ ലൈഫ്. അപ്പോ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വന്നിട്ട് പറയാണ് എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് റീസൺ നിങ്ങൾക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കുക. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ കേൾക്കാം. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ഒരു തരത്തിൽ എനിക്ക് അവളെ കൂടെ ജീവിക്കണ്ട എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കുത്തി കുത്തി ചോദിക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു എമോഷണൽ സപ്പോർട്ട് കൊടുക്കാം. നിനക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നീ ആലോചിച്ചെടുത്ത് ചെയ്യുക എന്ന് പറയാം. കുറച്ച് ടൈം കൊടുക്കാം. മാക്സിമം ടൈം അവരെടുത്തിട്ട് അവർ സ്ട്രോങ് ആയിട്ട് അവരുടെ ലൈഫിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ബ്ലെയിം ചെയ്യാതെ അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഗ്രാജുവലി എല്ലാം ശരിയാവും. അപ്പോ എല്ലാ കാര്യവും, എല്ലാ ഇന്റിമേറ്റ് കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് അത് നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരും ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർ നല്ല വ്യക്തി ആവുള്ളൂ എന്നാണ് നിങ്ങൾ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അവനവന്റെ വീട്ടിൽ ഓരോ കവർ എടുക്കാൻ തയ്യാറായിട്ടിരുന്നോളി, അല്ലെങ്കിൽ അവനവന്റെ പള്ളിക്കാട്ടിൽ ഓരോ കവർ എടുക്കാൻ തയ്യാറായിട്ടിരുന്നോളി. ഇതൊക്കെ തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. ബിക്കോസ് കൺസിസ്റ്റന്റ് ആയിട്ട് മരണങ്ങൾ ഇനി ഉണ്ടാവും. അപ്പോ
താങ്ക് യു ഫോർ വാച്ചിങ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ആരെങ്കിലും ഒക്കെ സ്വന്തം മക്കളെ ഹെൽപ്പ് ചെയ്യാനൊന്നും താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ കേട്ടിട്ടും പരാതി കേട്ടിട്ടും മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് അവർ ജീവനോടെങ്കിലും നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുണ്ടാവും.